everyone, welcome back to Success Academy's YouTube channel. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം ഇത് നമ്മുടെ പാർട്ട് 4 ആണ്. നമ്മൾ നേരത്തെ കോൺസ്റ്റബിൾ GDക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊളിറ്റി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു. നമ്മൾ 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ GDയിൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ പ്രീവിയസ് ഇയറും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ മിനിമം ഏജ് റിക്വയർമെൻറ്റ് ടു ബി ഇലക്റ്റഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ഇലക്ട് ചെയ്യണമെങ്കിൽ ആ വ്യക്തിക്ക് എത്രയാണ് മിനിമം ഏജ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ആൻസർ? 35 ഇയേഴ്സ് ആണ്. 35 വയസ്സാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് നോമിനേറ്റ് ചെയ്യണമെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ട മിനിമം എന്ത് വയസ്സ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Who termed the right to constitutional remedy as a soul of the constitution? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയെ ആരാണ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയെ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ചത് അല്ലെങ്കിൽ നമ്മളെ റെപ്രസെൻ്റ് ചെയ്തത് ആരാണ്? BR അംബേദ്കർ ആണ്. അംബേദ്കർ ആണ് പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്തായിട്ട്? സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയുടെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയെ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? BR അംബേദ്കർ ആണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In India, who appoints the Chief Election Commissioner? ഇന്ത്യയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്ത്യയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത്. ഇന്ത്യയിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ provides for an independent office of the Controller and Auditor General of India? അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഓഫീസ് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യക്ക്, അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യക്ക് ഒരു ഓഫീസ് പ്രൊവൈഡ് ചെയ്യുന്നതുമായി റിലേറ്റഡ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 148 ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 148 എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഓഫീസ് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓഫീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് വഴിയാണ്? ആർട്ടിക്കിൾ 148 വഴിയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഡാഷ് കമ്മിറ്റി വാസ് സെറ്റ് അപ്പ് ടു മേക്ക് റെക്കമെൻഡേഷൻസ് അബൌട്ട് ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായിട്ട് ഉള്ള റെക്കമെൻഡേഷൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് കമ്മിറ്റിയാണ് നിയോഗിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് കമ്മിറ്റിയാണ്? സ്വരൺ സിംഗ്. അപ്പോൾ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായിട്ട് ഉള്ള റെക്കമെൻഡേഷൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കമ്മിറ്റി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ഇന്ത്യ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. അപ്പോൾ ഇന്ത്യയിൽ ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഏത് വർഷമാണ് പാസ്സാക്കിയത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് വർഷമാണ് പാസ്സാക്കിയത്? 2000-ലാണ് അല്ലേ? 2000-ലാണ് എന്ത് പാസ്സാക്കിയത്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാസ്സാക്കിയത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What should be the minimum age for being a member of ലോക്സഭ? നമ്മുടെ മെമ്പർ ഓഫ് ലോക്സഭ ആവണമെങ്കിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ ഒരു മെമ്പർ ആവണമെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ട മിനിമം ഏജ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലോക്സഭയിൽ ഒരു മെമ്പർ ആവണമെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ട മിനിമം ഏജ് 25 വയസ്സാണ്. അപ്പോൾ 25 വയസ്സുള്ള ഏതൊരാൾക്കും ലോക്സഭയിൽ ഒരു മെമ്പർ ആവാനുള്ള യോഗ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The maximum strength of the lower house of the parliament is dash. ലോവർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് പറഞ്ഞാൽ എന്താണ്? ലോക്സഭയാണ് അല്ലേ? അപ്പോൾ ലോക്സഭയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ലോക്സഭയുടെ മാക്സിമം സ്ട്രെങ്ത് എന്താണെന്നാണ് ചോദ്യം. സ്ട്രെങ്ത് എത്രയാണ്? 552 മെമ്പേഴ്സ് ആണ് ലോക്സഭയുടെ എന്ത് മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which article of the Constitution of India is related with protection of interest of minorities?
മൈനോറിറ്റികളുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 29 ആണ്. ആർട്ടിക്കിൾ 29 ആണ് എന്തായി റിലേറ്റഡ് ആയിട്ട് വരുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which part of the Constitution of India deals with the Panchayat? ഏത് പാർട്ടാണ് പഞ്ചായത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് പാർട്ടാണ് പഞ്ചായത്തുമായി റിലേറ്റഡ് ആയിട്ട് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് പാർട്ടാണ്? പാർട്ട് 9 ആണ്. പാർട്ട് 9 ആണ് എന്തുമായി റിലേറ്റഡ് ആയിട്ട് വരുന്നത്? പഞ്ചായത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which constitution amendment introduced the fundamental duties? ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വന്നതോടുകൂടെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് ആഡ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട്. താങ്ക് യു.